ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അബി ആർട്ട് ഫാക്ടർ മീഡിയയുടെ പുതിയൊരു വീഡിയോ ആണ് ഇത്. നിങ്ങൾ കാണാതിരിക്കരുത്, കാരണം അത്രയും ഒരു എന്താ പറയുക, ആർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സുഖുവേട്ടൻ്റെ ചായക്കട എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനുമായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു 18-19 കിഡ്സ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം ആ ഒരു നൊസ്റ്റാൾജിയ ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു പണ്ടത്തെ കാലത്തേക്ക് അറിയാതെ പോയി പോകും. അത്രയും മനോഹരമായ രീതിയിൽ ആ ഒരു പഴമ എന്നും നിലനിർത്തിക്കൊണ്ട് ഒരു പ്രകൃതി രമണീയമായ നല്ലൊരു വയലും നല്ലൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു കുടിൽ നല്ല പോലെ മുള കൊണ്ടൊക്കെ പണിഞ്ഞ് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊന്ന് കണ്ടു വല്ലാത്തൊരു ഫീലാണ്. ഇപ്പോൾ നമ്മൾ സുഖേട്ടൻ്റെ ആ ഒരു ചായ ഉണ്ടാക്കുന്ന രീതിയും അത് എന്താ പറയുക, അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന സംഭവമാണ്. ഇതാണ് നമ്മളെ സുഖുവേട്ടൻ്റെ ആ ഒരു ചായ എടുക്കുന്ന സ്റ്റൈൽ തന്നെ ഒരു വെറൈറ്റിയാണ്. ആ കണലെരിയുന്ന അടുപ്പിൽ ചെമ്പും കാര്യങ്ങളൊക്കെ, ഒരു സമാവറില്ല, കാരണം സമാവർ വെക്കാനിട്ടല്ല, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്ത ഫീല് തോന്നി. അതുകൊണ്ട് വന്നവരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വിഷ്വൽ എന്തായാലും നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചത്. സ്ഥലം വരുന്നത് നമ്മുടെ പുൽപ്പള്ളി ഉള്ളൊരു പാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചുകൂടി ഉള്ളോട്ടാണ്. എനിക്ക് കൃത്യമായിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ പേരൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയിക്കും. എന്തായാലും ഈ ഒരു സംഭവം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സുഖേട്ടന് ഒരുപാട് കാലങ്ങളായിട്ട് ആ ഒരു ഫീല്, ഒരു റേഡിയോയിൽ വരുന്ന പാട്ടും എന്താ പറയുക, വല്ലാതെ അവിടെ ഇരുന്നൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 18-19 ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവർ തീർച്ചയായിട്ടും ഇവിടെ നിന്നൊരു ചായ കുടിക്കണം. എന്നാലും അവർ എന്തായാലും അവർ പണ്ടത്തെ ഒരു കാഴ്ച, അല്ലെങ്കിൽ അവർ ആ ഒരു മനസ്സിൻ്റെ അവസ്ഥയൊക്കെ എന്തായാലും ഒരു റിവേഴ്സ് അടിച്ച് വരും. വല്ലാത്തൊരു ഫീലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വയനാട് ഡ്രീംസിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളവിടുത്തെ ഷൂട്ട് പൂജ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഞങ്ങളിങ്ങനെ ഒരു സ്ഥലമൊക്കെ ഒന്ന് കണ്ട് ലൊക്കേഷനൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് പോയപ്പോഴാണ് ഈ സുഖേട്ടൻ്റെ ചായക്കടയെക്കുറിച്ച് അറിയണതും. അവിടെ കയറി ഒരു ചായയും അതുപോലെ നല്ല പഴംപൊരി, നെയ്യപ്പം ഇതൊക്കെ ഇങ്ങനെ കുടിച്ച് വല്ലാത്തൊരു ഫീല് അനുഭവപ്പെട്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക, ആ ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ്. എന്തായാലും വരണം, നിങ്ങളൊക്കെ ഇത് കാണണം. നമ്മുടെ സുഖേട്ടൻ്റെ ചായക്കടയിൽ കയറി ഒരു ചായ നിങ്ങൾ കുടിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ജനറേഷൻ ചിലപ്പോൾ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പഴയ കാലഘട്ടത്തിൽ ജീവിച്ചാൽ, പഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 18-19 ഒരു 80-90 കാലഘട്ടത്തിലുള്ള ആ ഒരു ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞറിയിക്കേ വേണ്ട. അത്രയ്ക്ക് മനോഹരമാണ്, അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് ഫീലാണ്. ചായ ചെമ്പും സമാവറും ചായ വരുന്ന റേഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം എന്തായാലും ഈ ഒരു ചായക്കടയും സുഖേട്ടനെയും ഒക്കെ കാണാനും ഇതിനൊക്കെ പറ്റി ഞങ്ങൾ സുഖേട്ടൻ്റെ ഒരുപാട് വിഷ്വൽസൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് ഈ ഒരു കാഴ്ചയും ഈ ഒരു അനുഭവമൊക്കെ നിങ്ങളെ ജീവിതത്തിലൊന്ന് റിവേഴ്സ് അടിച്ച് ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല പരിപാടി അതായിരിക്കും. എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ പറ്റി കുറുവാദ്വീപിലൊക്കെ പോകുന്ന സ്ഥലമാണ്. ഈ കുറുവാദ്വീപുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാഴ്ചക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പരിസരത്ത് തന്നെയാണ്. ആരോട് ചോദിച്ചാലും കാണിച്ചു തരും. ഈ ഒരു ലൊക്കേഷൻ വന്ന് സുഖേട്ടൻ്റെ ചായയൊക്കെ ഒന്ന് കുടിച്ച് നല്ല ഉഷാറായിട്ട് നിങ്ങൾ പോകണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും വരും. നല്ല നല്ല കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. ഓക്കെ, അപ്പം കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം. ഓക്കെ.